ആ കൈപ്പള്ളി വെമ്പള്ളിയിലുള്ള ഒരു ബാറിലാണ് ഇത്തരത്തിലൊരു ആക്രമണം. ആദ്യം ആ ഒരു ഗ്ലാസ് എടുക്കുന്നു, അതിങ്ങനെ എറിയുന്നു, തുടർന്ന് രണ്ടാമത്തെ ഗ്ലാസ് എടുക്കുന്നു, വീണ്ടും എറിയുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത്തരത്തിലുള്ള എറിയാണ് അവിടെ. നിർത്തിയിട്ട് വേണ്ട കഴിക്കാൻ പോകാനായിട്ട്. ആ എടാ വാടേ, എങ്ങോട്ടാ കഴിക്കണ്ടേ? നല്ല മന്തി പിടിക്കാം. കുറേ കാലമായില്ലടാ ഞങ്ങൾക്ക് മന്തി മന്തി എന്ന് പറയുന്നത് നടക്കാം. ചോറ് കഴിക്കാം. മന്തി ഞാൻ മൈൻഡ് സെറ്റ് ചെയ്തു. മൈൻഡ് സെറ്റ് ചെയ്തു. കുറേ കാലമായി ചോറും മന്തി എന്നൊക്കെ പറയാം. അതിനെ മാറ്റിപ്പിടി. തൊട്. യെസ് മന്തി. വാടേ മന്തിയെങ്കിൽ മന്തി. ഇല്ല ഒരു കാര്യം, സുർബിയാൻ മന്തി. അതെവിടെ കിട്ടും? അതിവിടെ ഉണ്ടെന്നേ. സുർബിയാനാ? സുർബിയാൻ മന്തി. കത്തിയാണോ? പൈസ നിങ്ങൾ എടുക്കൂലേ? അല്ല ഞാൻ പേഴ്സ് എടുത്തില്ലായിരുന്നു കേട്ടോ. അയ്യോ ഞാനും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. എന്താടാ ഗൂഗിൾ പേ കംപ്ലൈന്റ് ആവൂലും. ഇതാണ് നമ്മുടെ ഫർസിയുടെ ഓണർമാര്. ഇവന് ഒറ്റ പിടിവാശി സുർബിയ മന്തി കഴിക്കണം. നിങ്ങൾ കോട്ടയത്ത് സുർബിയ മന്തി കഴിച്ചിട്ടുണ്ടോ? കേരളത്തിൽ കഴിച്ചിട്ടുണ്ടോ? സുർബിയ മന്തി നമ്മള് പുതിയൊരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നോർമൽ കുഴിമന്തി അങ്ങനെയുള്ള എല്ലാ മന്തികളും കേരളത്തിന്റെ സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ അവൈലബിൾ ആണ്. അല്ല ഇത് സാധാ ബസ്മതി റൈസ് അല്ല ഉപയോഗിക്കുന്നത്. റൈസ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു ടെക്സ്ചറിൽ ചെയ്യുന്നതാണ്. ഗോൾഡൻ സെല്ല റൈസിലാണ് നമ്മൾ കുഴിമന്തി എല്ലാ മന്തികളും അവൈലബിൾ ആണ്. സാധാ ബസ്മതി റൈസ് അല്ലേ? ഇത് വൈറ്റ് സെല്ല റൈസിലാണ്. ബസ്മതി വെള്ള കളറായിരിക്കും, വൈറ്റ് യെല്ലോയിഷ് കളറായിരിക്കും. എന്താ പറയുന്ന ഒരു സുർബിയൻ ബിരിയാണി ഉണ്ട്. ഒരു യമനി ഡിഷ് അത് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടെക്സ്ചറിൽ നിന്ന് നമ്മൾ മന്തിയുടെ ഫ്ലേവറിലേക്ക് കൊണ്ടിരിക്കുന്ന ഒരു ഫ്യൂഷൻ റൈസ് ആണ് സുർബിയ റൈസ്. അപ്പൊ ഇതിന്റെ കുക്കിംഗ് സ്റ്റൈലൊക്കെ മാറ്റം ഉണ്ടാവും. എൻ്റെ ഡിഫറെന്റ് ആണ്. സുർബിയ മന്തി ഞാൻ കഴിച്ചിട്ടില്ല, നീ കഴിച്ചാ? എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. നമ്മള് അഷ്യൂർ ചെയ്യുന്ന ഒരു ഗ്യാരണ്ടി ആയിട്ടാണ്. ആണോ? കഴിച്ചു, ഒരു വൺസ് കഴിച്ചു. വായില് കപ്പിലൊടിക്കാനുള്ള വെള്ളമുണ്ട്. വേട്ട ആരംഭിക്കലാമാ ഒറ്റ തവണ. നമ്മളിത് എപ്പോഴും ലൈവായിട്ട് ഫുഡിന് ചൂട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ. അതെ ഇതാണ്. അതെ അതെ ഇത് നോർമൽ മന്തി റൈസ്. അതെ ഇതിപ്പോ അതെ ഇത് ബസ്മതി റൈസാണ്. നമ്മള് ഒരു സ്പെഷ്യൽ കൂടിയ ബസ്മതി റൈസാണ്. മന്തി കഴിക്കുക എന്ന ആഗ്രഹമുണ്ട്, എന്നാൽ ഈ റൈസിനോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് പറ്റിയ ഒരു ഐറ്റം. അപ്പൊ പുതിയ കാല ഒരു ഫുഡ് നമ്മൾ ഒരു 2-2.5 കൊല്ലമായി ഫർസി എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ബീഫ് റിബ്സും ബീഫ് താവയാണ് ഇത്. രണ്ട് ഐറ്റംസ് ആണ് നമുക്ക് മെനുവിലുള്ളത്. ഈ ബീഫാണ് നമ്മൾ 6 hours സ്ലോ കുക്ക് ചെയ്ത് എടുത്തു വയ്ക്കുന്ന ബീഫാണ്. എന്നിട്ട് കസ്റ്റമറുടെ ഓർഡർ വരുമ്പോൾ നമ്മൾ തവയിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ ഓൺ സീക്രട്ട് ഒരു മസാല ഉണ്ട്, ഇതിൻ്റെ മുകളിൽ പൗഡറാണ്. അത് കോട്ട് ചെയ്ത് തവയിൽ ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ കസ്റ്റമറുടെ ഡൈനിലേക്ക് പോകുന്നത്. മന്തിക്ക് ഇപ്പോൾ സുർബിയാൻ്റെ കൂടെയും നോർമൽ മന്തി റൈസിൻ്റെ കൂടെയും ഇത് കഴിക്കും. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സാധനം നിങ്ങൾ പറയും. നിങ്ങൾ കഴിക്കാൻ ഞാൻ എന്തൊരാക്കം കണ്ടവര്. ചേട്ടാ ഇതെന്താ ദജാജ് മന്തി പറഞ്ഞാ? അത് നമ്മളെ കുഴി തന്നെ ഇറക്കി ചെയ്യുന്നതാണ്. കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. ദജാജ് എന്നല്ലേ? ദജാജ് ചിക്കൻ തന്നെയാണ് അറബിയിൽ ചിക്കൻ. ചേട്ടൻ പറ കഴിക്ക്. ഇത് നോർമൽ ചിക്കൻ മന്തിനേലും കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. കുക്കിംഗ് തന്നെ നമ്മളെ സാധാ കുഴിയിൽ തന്നെ ഇറക്കിയിട്ടാണ് ഫോയിൽ ചെയ്തിട്ടാണ് ഇറക്കാം. കുറച്ചും കൂടി നമുക്ക് സോഫ്റ്റ്നെസ് കൂടും. അപ്പൊ സുർബിയ റൈസ് അല്ലേ? ഇത് സുർബിയാൻ റൈസ്. ചേട്ടൻ പറഞ്ഞോ. ലൈറ്റ് ഫ്ലേവർ ആയിരിക്കും. ബീഫ് അൽഫാമിനായിട്ടൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ എക്സ്ട്രാ ലൊക്കേഷൻ വേണ്ടിട്ടാ പറയുമ്പോ ഇതും കോടിമാത ഐ ഡ്രൈവ് പാർക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഓപ്പണിംഗ് എത്ര മണിക്ക് രാവിലെ?
നമ്മളൊരു 12 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 11 മണി 11:30 വരെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് വെറൈറ്റി തപ്പി വരുന്ന ആൾക്കാർക്ക് നേരെ കോട്ടയത്ത് വന്ന കോടിമാത അല്ലേ? കോടിമാത വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് കഴിച്ചിട്ട് പോവാം. അപ്പോൾ തൽക്കാലം തട്ടപ്പ പോയി ഇട്ടേക്കാം എന്താ പറഞ്ഞേക്ക്. അപ്പോൾ ഓക്കെ ബൈ.